ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിപ്പം കുത്തരി വെച്ചിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കാം, വേഗത്തിൽ പുട്ടുപൊടിയുടെ ആ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പുട്ട് എങ്ങനെ വേഗത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ. അപ്പോൾ കുത്തരിയും ചോറ് വെക്കുന്ന ഏതരിയാണേലും തലേ ദിവസം നമുക്ക് നല്ല പോലെ ചൂടായ വെള്ളത്തിൽ കുതിർത്താനിടണം. അപ്പം ചൂടായ വെള്ളത്തിൽ കുതിരാനിടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടാനാണ്. പച്ചവെള്ളത്തിലിട്ടാലും കുഴപ്പമില്ല, പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇടാൻ പറഞ്ഞത്. അത് നമ്മൾ കഴുകി പിറ്റേ ദിവസം കഴുകി നമുക്ക് കൊട്ടയിൽ വെള്ളം വാർന്ന് കിട്ടാനും വെച്ചിട്ട് അതൊരു 5-10 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാടങ്ങ് വെള്ളം വാർന്ന് അങ്ങനെ വരണമെന്നില്ല, എങ്കിലും അത്യാവശ്യം വെള്ളം തോരണം. ഉണങ്ങിയൊന്നും കിട്ടണ്ട കേട്ടോ, കാരണം പുട്ടിന് പൊടി അധികം നനച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പുട്ടിന് അരി നമ്മൾ മിക്സിയിൽ ഇടുമ്പം തന്നെ കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഉപ്പ് അതിനകത്ത് തന്നെ നല്ലപോലെ ആഡായി വരും. അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് മിക്സ് ചെയ്താൽ എല്ലായിടവും നമ്മൾ പുട്ട് പൊടി എല്ലായിടവും മിക്സായി ഉപ്പ് കിടക്കത്തുള്ളൂ. നമ്മൾ ഉപ്പ് പൊടി ഇട്ട് അതിൽ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയും ഉപ്പ് കിടക്കും, നല്ലതായിട്ട് എല്ലായിടവും മിക്സ് ആവത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും, കാരണം ഈ ചുമന്നരിക്ക് ഓൾറെഡി ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ട്. അത് കുറച്ച് ഉപ്പ് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. അരി പൊടിക്കുമ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് പൊടിച്ചാൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം നനവ് തന്നെ ഉണ്ടായിരുന്നു പൊടിക്ക്. നമ്മൾ വെള്ളം ഒരുപാട് വാർന്ന് അങ്ങനെ ആവശ്യമില്ല, ഒരുപാട് വെള്ളം വാർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പം തന്നെ അത്യാവശ്യം പുട്ടിൻ്റെ പൊടിയുടെ നനവ് കൂടി കിട്ടും. പോരാങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ പോലെ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ചേർക്കേണ്ടി വരും. അതൊന്ന് സാദാ പുട്ടുപൊടി നനച്ചെടുക്കുന്ന പോലെ പച്ചവെള്ളമാണ്, അങ്ങനെ കൈകൊണ്ടൊന്ന് നനച്ചെടുക്കാം. അപ്പം ഞാനെപ്പോഴും ചിരട്ട ഉപയോഗിച്ചാണ് പുട്ട് ഉണ്ടാക്കുന്നത്. ചിരട്ട, സാദാ ചിരട്ട, തൊലിയെല്ലാം അതിൻ്റെ പുറത്തെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്. എളുപ്പമാണ്. കുക്കറിൻ്റെ പുറത്ത് ആ ചിരട്ട വെച്ചാൽ വേഗത്തിലായി കിട്ടും. അപ്പം നല്ല സോഫ്റ്റ് പുട്ട്, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണിത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉപയോഗിച്ച് നമുക്ക് സോഫ്റ്റ് പുട്ട് നമുക്ക് വീട്ടിൽ തന്നെ, നമ്മൾ ചെമ്പാപ്പുട്ടൊക്കെ വാങ്ങിക്കുന്നതിലും നല്ലത് നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് പുട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വേഗത്തിലാണ് നമുക്ക് പുട്ടുപൊടി പുട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കി നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.